വെൽക്കം ടു RD വ്ലോഗ്സ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് മുട്ടത്തോരനാണ്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഉലുവ, ഇഞ്ചി, മുളക്, ചെറിയുള്ളി, ഇത് പാലക്കാണ്, കുറച്ച് തേങ്ങ, പരിപ്പ്, 3 മുട്ട. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. കത്തിച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. പാൻ ചൂടായി നമ്മളൊരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് ആയി വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എടുത്ത് വെച്ചിരുന്ന ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കാൻ ഞാനതൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചിക്കി പൊരിക്കാനൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഇതിലേക്ക് അത്യാവശ്യം നല്ലപോലെ കുക്കായി വരണം. മുട്ട നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാലക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പാലക്ക് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പാലക്കും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട, കുറച്ച് തേങ്ങ. നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചതാണ് ഞാനിത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പാലക് മുട്ടത്തോരൻ തയ്യാറായിരിക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ പാലക് മുട്ടത്തോരൻ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഈ പച്ച ഇലകളൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമല്ലാത്തവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ പാലക്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് ചീര വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. എന്തായാലും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.